ആർ.എം.പി. നേതാവ് കെ ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിന് പിന്നിൽ CPM DYFI പ്രവർത്തകരാണെന്നാണ് FIR. ഹരിഹരന്റെ വീടിന് മുന്നിൽ കാറിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി 8:15 തേഞ്ഞിപ്പാലം ഒലിപ്പുറം കടവിലെ KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ സംഘം എറിഞ്ഞ സ്ഫോടക വസ്തു വീടിന്റെ മതിലിൽ തട്ടി പൊട്ടിത്തെറിച്ചതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ഇന്നലെ ഉച്ചയോടെ വടകര രജിസ്ട്രേഷനുള്ള കാറിലെത്തിയ സംഘം വീടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. വൈകിട്ട് പ്രദേശത്ത് പ്രകോപന മുദ്രാവാക്യങ്ങൾ മുഴക്കി CPM പ്രകടനം നടത്തിയിരുന്നുവെന്ന് KS ഹരിഹരൻ പറഞ്ഞു. 5 പേരോളം ഉള്ള ഒരു സംഘം വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിവാട എന്ന് അസഭ്യം പറയണ്ടായി. ഞങ്ങളവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വണ്ടി എടുത്ത് പോയി. വീണ്ടും 2-3 തവണ ആ വണ്ടി ഇതിലേക്ക് ഇറങ്ങി നിന്ന്. സ്ഫോടക വസ്തു എറിഞ്ഞതിനും കാറിലെത്തി ഭീഷണിപ്പെടുത്തിയതിനും തേഞ്ഞിപ്പാലം പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തു. സംഘം വന്ന കാറിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ അറിവോടെ വടകര കേന്ദ്രീകരിച്ച് സംഘർഷത്തിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് RMP ആരോപിച്ചു. P. മോഹന്റെ സ്റ്റേറ്റ്മെന്റും ഈ ആക്രമണം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ട് P. മോഹനെ ചോദ്യം ചെയ്താലേ ആരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കഴിയും. KS ഹരിഹരന്റെ വടകരയിലെ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിലും പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപത്തിന് ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് കേസ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.